നമസ്കാരം. വളരെ സാധാരണയായിട്ടുള്ള ഒരു മെഡിക്കൽ പ്രോബ്ലമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഏകദേശം നമ്മുടെ സമൂഹത്തിലെ 5 മുതൽ 10% വരെ പെൺകുട്ടികളെ, ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളെയും ബാധിക്കുന്ന വളരെ സാധാരണയായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പലരും അതിനെ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് ഈ ഒരു പ്രതിഭാസം എന്ന് നമുക്കൊന്ന് നോക്കാം. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷണങ്ങളുടെ സമുച്ചയമാണ്, ഒന്നിലധികം പ്രശ്നങ്ങളുടെ ഒരു സമുച്ചയമാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ സിൻഡ്രോം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ലക്ഷണങ്ങളുടെ രൂപത്തിൽ പുറത്തു വരുന്നതെന്ന് പറയുന്നത് ഒന്ന് ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾ, കൃത്യമായിട്ട് ആർത്തവം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാകുക, അല്ലെങ്കിൽ പലപ്പോഴായിട്ടുണ്ടാകുക, കൃത്യതയില്ലാതെ ആർത്തവചക്രം നിലനിൽക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അതിനോടൊപ്പം തന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതഭാരം. പുരുഷന്മാരുടെ ഒക്കെ എങ്ങനെയാണോ ഹെയർ ഡിസ്ട്രിബ്യൂഷനുള്ള, അല്ലെങ്കിൽ പുരുഷന്മാരുടെ രോമ വളർച്ച പോലെ മുഖത്തിൻ്റെ, താടിയുടെ, മീശയുടെ ഒക്കെ ഭാഗത്ത് വളരെ കട്ടിയുള്ള രോമങ്ങൾ കാണപ്പെടുക, ഇതൊക്കെയാണ് സാധാരണയായിട്ട്, ഇതൊക്കെയാണ് സ്ത്രീകളെ അല്ലെ പെൺകുട്ടികളെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ. ഇതിൻ്റെ അനുബന്ധ പ്രശ്നങ്ങൾ അനേകമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ ഒന്നൊന്നായിട്ട് നോക്കാം. ഒന്ന് ആർത്തവ ചക്രത്തിലെ ക്രമക്കേടുകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠനങ്ങൾ ഇന്ന് തെളിയിക്കുന്നത് മസ്തിഷ്കത്തിൽ നിന്നുള്ള ഹോർമോൺ പ്രവാഹം തന്നെ ഇവരിൽ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിനുശേഷം ഉണ്ടാകുന്നത് അണ്ടോൽപാദനം, ക്രമമില്ലാതെ അണ്ടോൽപാദനം ഉണ്ടാകുക. എന്നാൽ ആ അണ്ടങ്ങൾ ഒരു ഗർഭധാരണത്തിന് യോഗ്യം അല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ട്, ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത് ആണ് ഇതിൻ്റെ ഒരു അനന്തരഫലം. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആർത്തവത്തിലെ ക്രമക്കേടുകൾ അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ സ്ത്രീകളെയും പെൺകുട്ടികളെയും അലട്ടാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ രോമ വളർച്ചയുടെ കാര്യം പറഞ്ഞു. ശരിക്കും തലയിൽ എവിടെയാണോ നല്ലതുപോലെ മുടി ഉണ്ടാകേണ്ടത് ആ ഭാഗത്ത് മുടി ശരിക്കും ഉണ്ടാകാതിരിക്കുക. പുരുഷന്മാരുടെ പോലെ തന്നെ പുറകിലോട്ട് മുടി എന്ന് വെച്ചാൽ മുൻപിൽ നിന്നുള്ള ബോൾഡ്നെസ് ഉണ്ടാകുക. അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഭാഗങ്ങളിൽ, വയറിൻ്റെ, ചെസ്റ്റിൻ്റെ ഒക്കെ ഭാഗത്ത് പുരുഷന്മാർക്കുണ്ടാകുന്ന പോലെയുള്ള വളരെ കട്ടിയുള്ള രോമ വളർച്ച ഉണ്ടാകുക. ഇവയെല്ലാമാണ് സാധാരണ പ്രശ്നങ്ങൾ. ഇത് പലതും പുരുഷ ഹോർമോണുകളുടെ ആധിക്യവും സ്ത്രീ ഹോർമോണുകളുടെ പ്രവാഹം ശരിയല്ലാത്തതും ആയിട്ടുള്ള 2 പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിനു പുറമേ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം. ഇതിൽ നിന്ന് ഭാവിയിലുള്ള പ്രമേഹ സാധ്യത വളരെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ ഇൻസുലിനിസം, ഇൻസുലിൻ്റെ പ്രവാഹം അധികമാണ്, എന്നാൽ ഈ ഇൻസുലിൻ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഈ ഇൻസുലിൻ പ്രവാഹം അധികമാകുന്നതുകൊണ്ട് അമിതഭാരമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ അമിതഭാരം അവരെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. ഈ ഒരു മെഡിക്കൽ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് അമിതഭാരം ഉണ്ടാകുന്നു. അമിതഭാരത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വീണ്ടും ഇൻസുലിൻ പ്രതിരോധവും പ്രമേഹ സാധ്യതയും ഉയർന്നു വരുന്നു. പ്രമേഹം, രക്താതിസമ്മർദ്ദം ഒക്കെ ആയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സാധ്യത പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ള സ്ത്രീകളിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലക്ഷണ സമുച്ചയമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തിനെയൊക്കെയാണ് മെഡിക്കലി കൈകാര്യം ചെയ്യേണ്ടത്? ഒന്ന്, ആർത്തവ ചക്രം കൃത്യമാക്കാൻ ഗർഭനിരോധനത്തിനുള്ള പിൽസ് പോലെയുള്ള ഗുളികകൾ പോലെയുള്ള ഹോർമോൺ ഗുളികകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. രണ്ടാമത്, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന, പ്രമേഹത്തിൽ ഉപയോഗിക്കുന്ന മെറ്റ്ഫോമിൻ എന്ന മരുന്നാണ്. ഈ മെറ്റ്ഫോമിൻ എന്ന മരുന്ന് ഒരു പരിധിവരെ ഭാരത്തിനെ
ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരുപാട് അമിതമായിട്ടുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് ഒരു പരിധിവരെ തടയിടാൻ മെറ്റ്ഫോമിൻ ഗുളിക ഉപകരിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പൈറനോലാക്ടോൺ എന്ന് പറയുന്ന മരുന്ന്, മെറ്റ്ഫോമിൻ ഒരു പരിധിവരെ ഒക്കെ പുരുഷന്മാരുടെ ഡിസ്ട്രിബ്യൂഷനിലുള്ള അമിത രോമ വളർച്ചയെ തടയാൻ സഹായിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ മരുന്നുകൾ കൊണ്ട് പോലും രോമ വളർച്ച തടയാൻ സാധിക്കാറില്ല. അതിന് ലേസർ ചികിത്സയും മറ്റ് കോസ്മെറ്റിക് ചികിത്സകളിലേക്ക് നമുക്ക് പോകേണ്ടി വരാറുണ്ട്. ഇതിനേക്കാൾ ഒക്കെ ഉപരി ജീവിതശൈലി രോഗങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന സാധ്യതയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിൽ പരിഗണിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഊന്നൽ നൽകി പറയേണ്ടത് ജീവിതശൈലി മാറ്റങ്ങളാണ്. അമിതമായിട്ട് അന്നജവും ഹെൽത്തി അല്ലാത്ത ഫാറ്റ്സും അടങ്ങുന്ന നമ്മുടെ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഭക്ഷണക്രമത്തിൽ നിന്ന് ഒന്ന് വ്യതിചലിച്ച് ഒരുപാട് നാരുകളും പ്രോട്ടീനുകളും അടങ്ങിയ അന്നജം കുറവുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലതല്ലാത്ത കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണം എത്ര കുറയ്ക്കുന്നുവോ അത് നമുക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിലെ ചില പ്രശ്നങ്ങളെങ്കിലും മറികടക്കാൻ സഹായിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ കൃത്യമായ ഒരു വ്യായാമ ശൈലി, അത് പെൺകുട്ടികൾക്ക് ചെറുപ്പത്തിൽ മുതലേ ആർത്തവമാകുന്ന ആ സമയം മുതലേ അവരെ ഒരു കൃത്യമായ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അവർ ഒരു തവണ ഈ വ്യായാമ മുറകൾ അല്ലെങ്കിൽ ഡാൻസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആവാം, അത്തരം കാര്യങ്ങളിൽ അവർക്ക് അഭിരുചി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ താനെ തുടർന്ന് പോയിക്കോളും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അഭിരുചി ഉണ്ടാകാൻ മാതാപിതാക്കളും ടീച്ചേഴ്സും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പഠനത്തിനോടൊപ്പം തന്നെ. അപ്പോൾ ജീവിതശൈലി മാറ്റങ്ങൾക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിൽ ഏറെ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരശൈലിയും വ്യായാമ മുറയും ഒരു പരിധിവരെ ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഭാവിയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയാക്കാതിരിക്കാൻ ഏറെ സഹായിക്കുന്നു. അപ്പോൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് കേൾക്കുമ്പോൾ നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇത് നമ്മുടെ ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു അവസരമാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ള സ്ത്രീകളിൽ എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ഒന്നോ രണ്ടോ പ്രശ്നങ്ങളായിരിക്കും ഉള്ളത്. അതനുസരിച്ചുള്ള ചികിത്സ നമ്മൾ അവർക്ക് ഓഫർ ചെയ്യണം. പക്ഷേ എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ വളരെ ചെയ്തേ തീരൂ എന്ന് പറയേണ്ട ഒന്നാണ് ജീവിതശൈലി മാറ്റങ്ങൾ. അതിൽ നമുക്ക് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ നാരില്ലാത്ത അന്നജം, അത്തരം അന്നജം ഇപ്പോൾ ബ്രെഡായി അല്ലെങ്കിൽ ബേക്കറി ഉൽപ്പന്നങ്ങളായി അത്തരം സാധനങ്ങളിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മാറി ഒരു ആരോഗ്യകരമായ ഏറെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമുള്ള ആഹാരക്രമത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ നയിക്കുക എന്നുള്ളതാണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഇതിന് കാരണമാണ് എന്ന് കണ്ടു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, പ്ലാസ്റ്റിക് നമ്മൾ തീയിടുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പുകകൾ, അത്തരത്തിലുള്ള ചില പാരിസ്ഥിതിക നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ വലിയൊരു പ്രശ്നമാണല്ലോ ഈ പരിസ്ഥിതിയെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത്, അല്ലെ പരിസ്ഥിതിക്ക് ഇണങ്ങാത്ത പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പാരിസ്ഥിതികമായിട്ടുള്ള ചില കാര്യങ്ങളും ചില പൊല്യൂട്ടൻസും പ്ലാസ്റ്റിക്സ് എസ്പെഷ്യലി ചില ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള പൊല്യൂട്ടൻസ് ഒക്കെ തന്നെ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാക്കാൻ ഇടയാക്കുന്നു എന്ന് ചില പഠനങ്ങളെങ്കിലും തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പരിസ്ഥിതിയുടെയും അവരവരുടെയും ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ശ്രമത്തിലൂടെ മാത്രമേ ഇത്ര ഒരു 5 മുതൽ 10% വരെ സ്ത്രീ സമൂഹത്തിനെ ബാധിക്കുന്ന ഈ ഒരു പ്രശ്നത്തെ നമുക്ക് നേരിടാൻ സാധിക്കൂ. നന്ദി.